ഓ യൂണിഫോം ഇട്ടേരി വിചാരിച്ചു അല്ലേ? നല്ല ഭംഗിയുണ്ട്. അത് നീക്കേണ്ടിരുന്നത് അതിന് നാളെ മുതലിൻ്റെ കൂട്ടി നേരത്തെ നീക്കില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഏട്ടാ നീക്കാന്ന് പറയുന്നത് സ്കൂളിൽ പോണില്ലേ? എന്ത് അമ്മ പറയണവന് 2 മാസം പോയത് നീച്ച് പാസാനും വായോ സ്കൂളിലേക്ക് പോവാ. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നാനുവിനെ വിളിച്ച നാനുവിനെ വിളിക്ക്. സ്കൂളിൽ പോണില്ല പറഞ്ഞിട്ട് മടിച്ച് കിടക്കട്ടെ. ആ നാനുവിനെ വിളിച്ച സ്കൂളിൽ പോകണം പറയും. വിളിക്ക് ചേച്ചീനെ വിളിച്ച. ആ ബാപ്പ സനുവിനെ വിളിക്ക്. സനുവോ നീ സ്കൂളിൽ പോണം പറഞ്ഞ. ആ അയ്യോ ഇടയ്ക്ക് ചേച്ചീന്ന് വിളിക്കും, ഇടയ്ക്ക് നാനുവെന്ന് വിളിക്കും. ഞാനിത് നമ്മുടെ സനുവിൻ്റെ സ്കൂളിൽ പോകണ ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2 മാസത്തിന് ശേഷം ഇന്നിപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ ഫുള്ളാകെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല കേട്ടോ, അവരമ്മമാർക്കും ഇപ്പോൾ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഈ 2 മാസത്തെ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ അല്ലല്ലോ ഇവർ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രാവിലത്തെ പണികളും. ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ റെഡിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് പോകലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പിന്നെന്താ, ഇപ്പോൾ എല്ലാ അമ്മമാരും ഒരേപോലെയൊന്നല്ല കേട്ടോ. ചിലവർ കറക്റ്റ് ഒരേ ടൈമിൽ 5 മണിക്ക് തന്നെ നീച്ചിട്ട് അതേപോലെ ഇന്ന് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് പക്ഷേ സ്കൂൾ തുറന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം തോന്നി ഞാൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇതാ സ്കൂള് തുറന്നപ്പോൾ ഇന്ന് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലാവും നമ്മുടെ കുഞ്ഞാറ്റ നീച്ച് വരുന്നതൊക്കെ ആയപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അപ്പം ഞാൻ നേരത്തെ തന്നെ അലാറം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ നമ്മുടെ തീർത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ സനുവിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റി നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനു കാണിച്ചാൽ അവൾക്ക് ഉറക്കക്ഷീണേ മാറുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് അവൾ കോട്ടുവായിട്ടിട്ട് ഉറക്കം തൂങ്ങിയിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ. ഇതിന് മുന്നത്തെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സനു ആണെങ്കിൽ നീക്കാനൊക്കെ ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ അതപ്പോൾ നേരത്തെ വിളിച്ചുകൊണ്ടുള്ള അവൾക്ക് നല്ല ഉറക്കക്ഷീണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മുഖത്ത് ഇങ്ങനെ കാണുന്നത്. കുഞ്ഞാറ്റ അടിച്ച് പിന്നെ എത്ര നേരത്തെ നീക്കാൻ പറ്റും അത്രയും നേരത്തെ നീക്കുന്ന ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ കന്മഷി എടുക്കാൻ കിട്ടാത്തതിനുള്ളതാണ് കേട്ടോ. വീഴും എന്തത് കുഞ്ഞ പമ്പരെടുക്കണ്ട ഇത് കുട്ടിക്കളയില്ല പണി. അതുപോലെ കന്മഷി കണ്ട് അതൊക്കെ എടുത്ത മുഖത്ത് തേക്കും. എന്നാലും വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിലേക്ക് ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ പോകണം. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞ കാരണമായിരിക്കും. നീച്ചുടനെ കുളിയും പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാനൊരു ത്രില്ലിങ്ങിലായിരുന്നു. അപ്പോൾ അതായത് ഞാൻ ഡ്രസ്സ് ആരും തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഷിമ്മയൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് സനുവിന് സ്കൂളിലേക്ക് ഒരു പച്ച ഉടുപ്പ് ഇട്ട് കൊടുക്കാനാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതിലേക്കുള്ള മാലയും പച്ച മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മാല ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ എന്താ പറയുക, കണ്ണിങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ ലൂസായിട്ട് വരികയുണ്ട്. ഞാൻ നേരത്തെ കാട്ടി തന്നില്ല, അങ്ങനെ ലൂസായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നീലമാല ഇട്ട് കൊടുത്തത്. ആരാ മാല ഇട്ടിക്കണേ? ചേച്ചിയുടെ മാല ആരട്ടെ? ചേച്ചിയുടെ മാല ആരട്ടെ? ചേച്ചിയുടെ മാല പൊട്ടിക്കണ്ട. വലിയ പാൻറ്റൊക്കെ ഇട്ട് ചേച്ചി വേണ്ട പാൻറ്റൊക്കെ ഇട്ടിട്ട് ആരാത്? നമുക്ക് സനുവിന് സ്കൂളിൽ കൊണ്ടേക്കണ്ടോ? ഞാനൊരു സ്കൂളിലേക്ക് കൊണ്ടേക്കണ്ടാവും ഞാൻ. ഓ ചുമ പിച്ചോ? ഇതാ ഈച്ചനെ തല്ലിക്ക. ഈച്ചനെ തല്ലേ. അച്ഛ എവിടെ? അച്ഛ എവിടെ? ഇനി നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒന്ന് കണ്ണും പൊട്ടും എഴുതി കൊടുക്കുമ്പോഴാട്ടോ ഭയങ്കര കരച്ചിലുണ്ടാവുക.
ഏട്ടനാണെങ്കിൽ ജസ്റ്റ് ഒരു ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ സനുവിൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതാ കണ്ടില്ലേ, ഞാൻ മുടി കെട്ടി കൊടുക്കുമ്പോൾ സനുവിന് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൾക്ക് മുടി കെട്ടിക്കൊടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ പറയും ഞാൻ പറയണ പോലെ കെട്ടിത്തായി എന്നൊക്കെ കൊണ്ട് വാശി പിടിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ചോറും എല്ലാവരും വെച്ചിട്ടുണ്ടത്. അപ്പോൾ രാവിലെ അവൾക്ക് കുറച്ച് ചോറാണ് കേട്ടോ കഴിക്കാൻ കൊടുത്ത്. കുറച്ച് എന്താ പറയുക നത്തൽ വറുത്തലുണ്ടെന്ന് അവൾക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ അവൾ ചോറ് കഴിക്കുക. അപ്പോൾ ഞാൻ രണ്ടാൾക്കും കൂടിയിട്ട് ചോറ് കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞാനിതാ വോയിസ് കൊടുക്കണേ, എൻ്റെ ബാക്കിൽ ചിലപ്പോൾ കോഴി കൂക്കയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. അത് ഡിസ്റ്റർബൻസ് ആണോന്ന് അറിയില്ല. എന്താ ചെയ്യുക, ഞാൻ വോയിസ് എപ്പോൾ കൊടുക്കാൻ നിൽക്കണം അപ്പോൾ കോഴി ആയാലും പിന്നെന്താ അടുത്തുനിന്ന് ഇപ്പോൾ മയിലിൻ്റെ ശബ്ദമോ നായ്ക്കൾ ഇതാക്കണം. ഞാൻ വോയിസ് എടുക്കുന്നത് ശരിക്കും ഇവർക്കൊന്നും ഇഷ്ടമല്ല തോന്നുന്നു. ഞാനിതാ കോഴി കൂക്കുന്ന ശബ്ദം കേട്ടിട്ട് പോയി അപ്പുറത്തെ തൊടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ ഈച്ച കഴിച്ച മീമി 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 അതാ കുഞ്ഞാറ്റയാണെന്ന് ചോറ് പകുതി നിലത്തായിരിക്കും കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ വായയിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അത് ഞാൻ സനുവിനുള്ള സ്നാക്സ് ബോക്സും വെള്ളം കുപ്പിയും എല്ലാം അതാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് അവൾക്ക് കൊള്ളി മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊള്ളിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ മീഷോന്ന് എടുത്ത ഡ്രസ്സിലൊന്നും അവൾക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അവിടെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. സനുവിന് ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ അവളുടെ കൂടെ കളിച്ചിട്ടൊക്കെ നമ്മുടെ സനുക്കുട്ടീനെ കുറച്ച് നേരം കാണാണ്ടാകുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും കേട്ടോ. അതപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. എവിടെച്ചാ പൊക്ക സനു നടന്നോ. പിന്നെന്താ നമ്മുടെ സനുവിന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഇതാ ഞാനും ഏട്ടനും കൂടിയിട്ട് കൊണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട്. ഏട്ടൻ എന്തായാലും ലീവല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പോവാം. അപ്പോൾ കുഞ്ഞാറ്റേനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുഞ്ഞാറ്റയാണെന്ന് നടക്കുമ്പോൾ ഓരോന്ന് പെറുക്കിയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ സനുക്കുട്ടി UKG-യിലേക്കാണ് കേട്ടോ. പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്താ പറയുക ക്ലാസ് ചേഞ്ച് എന്തൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കൊണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സനുവിനേക്കാളും ഫസ്റ്റ് നമ്മുടെ കുഞ്ഞാറ്റയാണ് കേട്ടോ ഓടിപ്പോണത്. എങ്ങോട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എവിടേക്ക് ഞങ്ങൾ പോകാന്ന് വെച്ചാലും പുതിയ ഡ്രസ്സ് ഇട്ടിറങ്ങി ഞങ്ങൾക്ക് ഫസ്റ്റ് പോകണം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടേക്കെങ്കിലും പോകാന്ന് വെച്ചാ. ഭയങ്കര സങ്കടത്തിലാ അല്ലേ, സന്തോഷത്തിലാ? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോവല്ലേ അല്ലേ? പറഞ്ഞ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോവാ പറഞ്ഞ. പിന്നെന്താ പുതിയ ഡ്രസ്സ് ഇട്ടെന്നോണ്ടാണ് അത്ര സന്തോഷം. ഏട്ടാ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തോണ്ട് അത്ര ഇത്ര സന്തോഷം. യൂണിഫോം ഇട്ടേരി വിചാരിച്ചു അല്ലേ? നല്ല ഭംഗിയുണ്ട്. അത് നീക്കേണ്ടിരുന്നത് അതിന് നാളെ മുതലിൻ്റെ വീട്ടിൽ നേരത്തെ നീക്കില്ലേ? സനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ നികിത. ആ കൈ പിടിച്ച് നടക്കലെന്നെ അറിയാം. എൻ്റെ കൈയൊന്നല്ല കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു. നികിതയെ കണ്ടപ്പോൾ പിന്നെ ഫുള്ള് നികിത കുട്ടിയുടെ കൈ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടനെ പിന്നെ ഒരു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നികിത കുട്ടിയുടെ അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്രവേശനോത്സവവും പരിപാടികളും ആകെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം പിള്ളേരെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക നല്ലത്. ബസ്സിലൊക്കെ കയറ്റി വിട്ടാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മമാരും എല്ലാവരും ഫസ്റ്റ് ഡേ ഒന്ന് കൂടെ പോണതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു മക്കളുടെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള എല്ലാവരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ ഫുള്ളാകെ കലപില ശബ്ദമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നവരെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളും എന്താ പറയുക പ്രസംഗം അങ്ങനെയൊക്കെ കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ബഹളം തന്നെയായിരുന്നു.
പിന്നെ നമ്മളെല്ലാവരും പുതിയൊരു ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടീച്ചേഴ്സും എല്ലാവരുമായിട്ട് പരിചയപ്പെടലും പേര് ചോദിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല നല്ല ടീച്ചേഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പേരൊക്കെ ചോദിച്ചു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഇവർക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. വേറൊരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ഇവർ ചെറിയ പിള്ളേരല്ലേ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സിലാർക്കും മാറ്റമില്ലല്ലോ. ടീച്ചേഴ്സ് മാത്രമല്ലേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് സ്കൂൾ തുറന്നതിൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കാണണതും അതുപോലെ എല്ലാവരും പുതിയ ബാഗ്, ഓരോരുത്തർ കുട അങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാ പിള്ളേരും പുതിയതാണോ അങ്ങനെ ഓരോ വിശേഷങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സനുവിൻ്റെ ക്ലാസ് ടീച്ചറാണെന്ന് നല്ല കമ്പനിയാണ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. പുതിയ പിള്ളേർ ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള ഒരു ഇതൊന്നുമില്ല. നല്ല കുട്ടികളൊക്കെ ആയിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ. നമ്മളെ അടുത്തായാലും നന്നായിട്ട് തന്നെ സംസാരിക്കുക, നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞാറ്റ എല്ലാവരുടെയും പോലെ തന്നെ അവളായിരുന്നു കേട്ടോ അവിടെ ഫസ്റ്റ്, എന്താ പറയുക, മെയിൻ എന്ന് തന്നെ പറയുക. അവരുടെ കൂടെ കസാരയിൽ പോയി ഇരിക്കാനും എല്ലാവരും അവളായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാ പിള്ളേർക്കും സീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇപ്പം ആരേനും അറിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞാറ്റ അവിടെ എല്ലാവരെയും കൈ പിടിച്ച് അറിയുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പിന്നെ കുഞ്ഞുമക്കളുടെ ഈ പാട്ടൊക്കെ പാടിയിട്ട് അവർ കളിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ആകെ കലപ്പിലെ ശബ്ദമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവർ പാടുന്ന പാട്ട് ഇതിൽ കേൾപ്പിക്കാതിരുന്നു. ആകെ ഫുള്ള് എന്താ പറയുക, ഫുള്ള് ബഹളമയം തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ സനുക്കുട്ടിക്കായാലും നികിത കുട്ടിക്കായാലും അവർ LKG പഠിപ്പിച്ച ടീച്ചറെ കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ടീച്ചറത്തേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവർക്ക് ആ ടീച്ചറേനെ. അപ്പോൾ അവിടുന്ന് ക്ലാസ് ചേഞ്ച് ചെയ്തപ്പോൾ ടീച്ചറെ മാത്രം അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് അവിടെ സ്കൂളിൽ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ സനുക്കുട്ടീനെയും കുഞ്ഞാറ്റേനെയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.